മാസത്തിനിടയില് പലതവണ ഞങ്ങളുടെ അമ്മ ഈ നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട അവനിങ്ങനെ മിസ്സാവുന്നത്. അജയ, വെറുതെ പ്രശ്നം വലുതാക്കാതെ ഉള്ള സത്യം പറഞ്ഞു. സുനിലിനെ നിങ്ങൾ വല്ലതും ചെയ്തോ? ശർമാജി, വെറുതെ ദൈവദോഷം പറയല്ലേ. ഞങ്ങള് സുനിലിനെ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. ദേവേട്ടാ, പോലീസിനെ വിളിക്ക്. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടാ, വിളിക്ക്. പോലീസ് വന്നാലേ ഞങ്ങളുടെ ചില കാര്യങ്ങൾക്ക് തീരുമാനമാവും. വിളിക്ക്. മാനസ, നോക്ക്, നീ വെറുതെ നിനക്ക് അഭയം തന്നവരെ ശല്യപ്പെടുത്താതെ സത്യം പറഞ്ഞോ. എന്റെ മോൻ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ സുനിലിനെ പിന്നെ കണ്ടിട്ടില്ല. കൊള്ളാം, പഠിച്ച കള്ളിയാ നീ. സത്യം പറഞ്ഞ നിനക്കിവിടെ ഉള്ള ഇമേജ് പോകുമെന്ന് കരുതിയിട്ടല്ലേ നീ കള്ളം പറയുന്നേ? ആന്റി, ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞതല്ല. സുനിലിനെ ഞാൻ ഒരിടത്ത് ഒഴിവാക്കിയിട്ടില്ല. അവനാണ് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞത്. നീ ആര് പതിവ്രതയോ? മര്യാദയ്ക്ക് ഞങ്ങളുടെ മോനെ തിരിച്ചു തരാൻ നോക്ക്. എന്താ മോഹിനി മാഡം, മാനസമൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ പറയും? നിങ്ങൾ ആരും കരുതുന്നവളല്ലേ ഇവള്. ദുബായ് പോലൊരു നഗരത്തിൽ നിന്നും കോടികൾ മുക്കിയിട്ട് തന്ത്രപൂർവ്വം നാട്ടിലേക്ക് വന്നവളാ. അതുകൊണ്ട് അറിയാവുന്ന സത്യം ഇവള് പറഞ്ഞേ പറ്റൂ. ആന്റി, എന്നെ കൊന്നാലും ഇനി എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കിനി ഒരു ദിവസം കൂടെ ഞങ്ങൾ നീട്ടിത്തരും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മോൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് നീ കണ്ടോ. മോളെ, മോളെ, ഇവിടെ എല്ലാവരോടും കൂടി പറയുവാ. ഓർത്തോ. മണി, വാ. നിനക്കിപ്പോ തൃപ്തിയായല്ലോ അല്ലേ? ദേവേട്ടാ, മിണ്ടരുത് നീ.